Hello friends, welcome to our channel. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ കൊഡാക് ബാങ്കിന്റെ ഇന്ത്യൻ ഓയിൽ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു റിവ്യൂ നോക്കുകയാണെങ്കിൽ പറയാം, ഒരു ഷോർട്ട് ടേം റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്കിപ്പോൾ ആ കാർഡ് കിട്ടിയിട്ട് ഓൾമോസ്റ്റ് 1 month കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വീഡിയോസ് നമ്മൾ ഇന്ത്യൻ ഓയിലിൻ്റെ കൊഡാക് ബാങ്കിൻ്റെ കാർഡിൻ്റെ വീഡിയോസ് നമ്മൾ കുറേ ഇട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഭയങ്കരമായിട്ട് അപ്രൂവൽ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് ആ കാർഡിന് കേട്ടോ. അതായത് പിന്നെ അത്യാവശ്യം നമ്മുടെ ഫ്യൂവൽ കാർഡുകളിൽ എൻട്രി ലെവൽ കാർഡുകളിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ കൊഡാക് ബാങ്കിൻ്റെ കാർഡ് റീസെൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാണ്ട് നമ്മൾ SBIയുടെ ഫ്യൂവൽ കാർഡ് എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ ഒരു SBIയുടെ കാർഡുണ്ട്, നമ്മുടെ BOBയുടെ കാർഡുണ്ട്, IDFCയുടെ കാർഡുണ്ട്. 4 കാർഡുകളുണ്ട് അതിൽ ഫ്യൂൽ കാർഡ്. അതിലിപ്പോൾ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡും അതുപോലെ തന്നെ SBIയുടെ എന്താ പറയുക BPCL കാർഡാണ്. അതിൻ്റെ ഫ്രണ്ടിലാണ് സംഭവം. ഇതാണ് നമ്മുടെ SBIയുടെ BPCL കാർഡ്. കണ്ടിട്ടൊന്നുമില്ല ഡീറ്റെയിൽസ്. ഈ SBIയുടെ കാർഡ് ഡിസൈനൊക്കെ മാറ്റാറായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ്, എന്തായാലും നമ്മൾ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡിൻ്റെ കാര്യമാണ് പറയുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിൽ കാർഡ് ഞാൻ പരിചയം റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ, എന്ന് വെച്ചാൽ അവർ ഭയങ്കര ക്യാപ്പിംഗ് വെച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ കൊഡാക് ബാങ്കിൻ്റെ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ്. ഞാൻ പറഞ്ഞു നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 month ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3% നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. ഡയറക്റ്റ് നമ്മുടെ ആപ്പിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എന്താ പറയുക റിഡീം ചെയ്യാൻ പറ്റും, ഫ്യൂവലായിട്ട് തന്നെ വേണമെങ്കിൽ റിഡീം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കത് ഇവരുടെ ഇന്ത്യൻ ഓയിൽ റിവാർഡ്സിൻ്റെ ഒരു സൈറ്റും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാർഡ് കിട്ടുമ്പോൾ അതിൻ്റെ പേപ്പറിൽ തന്നെ ഉണ്ടായിരിക്കും ഒരു വെബ്സൈറ്റ്, നമുക്ക് അവിടെ പോയിട്ട് റിഡീം ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാണെങ്കിൽ അത്യാവശ്യം ഞാൻ ഉപയോഗിച്ചതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എൻട്രി ലെവൽ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് അത്യാവശ്യം നല്ലത് വരുന്ന IDFCയുടെ പവറാണ്. ഞാൻ വേണമെങ്കിൽ നമ്മുടെ ഈ 2 കാർഡിൻ്റെയും അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ സെറ്റപ്പിൻ്റെ റെഫറൽ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് അപ്രൂവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഫ്യൂവൽ കാർഡ് നോക്കുന്നുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്തൊരു കാർഡാണ് ഞാൻ. അപ്പോൾ നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി തന്നെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഞാൻ 1 month ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു ഷോർട്ട് ടേം റിവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, പിന്നെ അത് RuPay കാർഡാണ്, നമുക്ക് വേണമെങ്കിൽ UPIയിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അത്യാവശ്യം UPIയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് UPI ഓൾമോസ്റ്റ് എല്ലാത്തിലും വർക്ക് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് UPI ട്രാൻസാക്ഷന് മർച്ചൻസിന് ഇപ്പോൾ ചാർജ് പിടിക്കുന്നുണ്ടെന്ന് കേട്ടു. നമ്മളെന്നാൽ അതിൻ്റെ ഒരു വേറെ വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് കാണാൻ മറക്കണ്ട. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു എൻട്രി ലെവൽ കാർഡ് തന്നെയാണ്. ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആപ്പ് ഒന്ന് എടുത്ത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ആക്ച്വലി അതിന് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടിയത് 1,50,000 ആണ്. ഇതെനിക്ക് ഫ്രീ കാർഡ് അല്ലാട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ചാർജബിൾ ആണ്. നമുക്ക് ഇതിന് ചാർജ് വരുന്നത് 449 + GST ആണ്. നമുക്ക് ആനുവൽ ചാർജും ജോയിനിങ് ചാർജും വരുന്നത്. എവിടെ കാർഡ് ഈ കൊഡാക് ബാങ്കിൻ്റെ ആപ്പ് തനി കൂതറാട്ടോ, അത് വേറെ കാര്യം. ചില സമയത്ത് അത് ഒന്നും കാണിക്കില്ല, നല്ല കൂതറാപ്പാ ചില സമയത്ത്. എന്താ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അയ്യോ എന്താ ക്ലിയർ ആയോ? കാണും. സോണിക്കിപ്പോൾ എന്തോ കുഴപ്പമുണ്ട്. ഫോക്കസ് ആവുക സോണിയെ. ഞാൻ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ബില്ല് എനിക്ക് വന്നിരിക്കുന്നത് 4,464 രൂപയായിരുന്നു. അതിൽ ഫ്യൂവലിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്യൂവൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ടുണ്ടാകുന്ന 1000 രൂപയ്ക്കായിരുന്നു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് തന്നെ അടിച്ചത്. നമുക്ക് അവർ പിടിച്ച ചാർജ് 1,111 രൂപയാണ്. നിങ്ങൾക്ക് അറിയാം 1% ഫ്യൂവൽ 1% സർചാർജ് പ്ലസ് GST പിടിക്കും. അതിൽ നമുക്ക് 10 രൂപ തിരിച്ച് തന്നു. അതായത് ഫ്യൂവൽ സർചാർജ് വേവ് ഓഫ് ആയിട്ട് 1 രൂപ തരില്ല, അത് GST എടുക്കും. അത് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുപോകും, അത് തിരിച്ചു തരില്ല. നമുക്കതിന് പോയിന്റ് കിട്ടിക്കുന്നത് 356 പോയിൻ്റാണ്, 356 പോയിന്റ്. ഒരു പോയിന്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് 25 പൈസയോ 30 പൈസയോ 2 ടൈപ്പ് പോയിന്റ്സ് വരുന്നുണ്ട് ഇതിൽ. നമ്മൾ ഫ്യൂവലായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 30 പൈസയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്ക് നോർമലി ഒരു 2.25 പൈസ തന്നെ എടുക്കാം. അങ്ങനെയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 0.25 × 365
91 രൂപ, ഓൾമോസ്റ്റ് ഒരു 100 രൂപയുടെ അടുത്ത് നമുക്ക് തിരിച്ച് റിവാർഡ് പോയിന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു കാർഡെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്യാവശ്യം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പ് തന്നെ അടിക്കുന്നുണ്ട്. എൻ്റെ ഈ ഏരിയയിൽ കുറേ ഉണ്ടെന്ന് ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ ഈ കാർഡ് എനിക്ക് ആക്ച്വലി നമ്മുടെ കൊഡാക് ബാങ്കിൻ്റെ 811 അക്കൗണ്ട് ബേസിൽ നമുക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു സേവിങ്സ് അക്കൗണ്ടിൻ്റെ ബേസിൽ ഒരു പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മെയിൻ അക്കൗണ്ടാണ് കൊഡാക് ബാങ്കിൻ്റെ 811 അക്കൗണ്ട്. എനിക്ക് 2 മാസത്തിന് താഴെ ആയപ്പോഴേക്ക് സംഭവം പ്രീ അപ്രൂവൽ വന്നു. പേഴ്സണൽ ലോണിൻ്റെ അപ്രൂവലും വന്നു, അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡിൻ്റെ അപ്രൂവൽ വന്നു. നമ്മൾ അതിൻ്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു സംഭവമാണ്. ഞാൻ അതിൻ്റെ ഒരു സംഭവം പറയാം. നിങ്ങൾ കൊഡാക് ബാങ്കിൻ്റെ 811 അക്കൗണ്ട് എടുക്കുക. ഞാൻ എന്തായാലും അത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം. എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മാസം തന്നെ അതിൽ നിങ്ങൾക്ക് ഒരു മിനിമം ബാലൻസ് ഒരു 10,000 ഇട്ട് കീപ്പ് ചെയ്യുക, 10,000 കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഡെബിറ്റും ക്രെഡിറ്റും അത്യാവശ്യം ട്രാൻസാക്ഷൻ നടത്തുക. അതായത് നിങ്ങൾ ആ അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് അത്യാവശ്യം ചിലവ് ചെയ്യുക, അതിലേക്ക് ആഡും ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല 2 മാസത്തേക്ക് ചെയ്താൽ മതി. പിന്നെ അതും പോരാണ്ട് നിങ്ങളൊരു RD തുടങ്ങുക. RD ഒരു 2-3 RD തുടങ്ങിക്കോ. ഒരു 500ൻ്റെ RD നമുക്ക് 100 രൂപ വേണമെങ്കിൽ RD തുടങ്ങാൻ പറ്റും. നമുക്ക് അതിൻ്റെ ആപ്പിലാണ് തുടങ്ങാൻ പറ്റും. RD എന്ന് പറഞ്ഞാൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ്. 100 രൂപയ്ക്ക് തുടങ്ങാം, ഒരു 500 രൂപയ്ക്ക് തുടങ്ങാം, ഒരു 1000 രൂപയ്ക്ക് തുടങ്ങാം. അത് 2 മാസത്തേക്ക് നമ്മൾ കൊണ്ടിങ്ങനെ പോവാം. അത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു 75% നിങ്ങൾക്ക് അപ്പോഴേക്കും നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ ആയിട്ട് ഓഫർ വിടും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോർ വേണം. ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ പിന്നെ ഈ സംഭവം ഒന്നും വരില്ല. അത് വേറെ കാര്യം. വന്നാൽ തന്നെ നിങ്ങൾക്ക് അത് റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ക്രെഡിറ്റ് സ്കോറും കീപ്പ് ചെയ്യണം. ഇതുപോലെ ഈ അക്കൗണ്ട് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഉറപ്പാണ്, ഞാൻ പറഞ്ഞില്ലേ 75% ഉറപ്പാണ് നിങ്ങൾക്ക് പ്രീ അപ്രൂവൽ ആയിട്ട് പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ വരും. ഉറപ്പാണ് കേട്ടോ. അതിൽ നമുക്ക് എനിക്ക് തോന്നുന്നത് കൊഡാക്കിൻ്റെ ലീഗ് കാർഡാണ് വരുന്നത് നോർമലി മിക്ക പ്രീ അപ്രൂവൽ ആയിട്ട്. എനിക്ക് വന്നത് ഇന്ത്യൻ കാർഡായിരുന്നു. കൊഡാക്കിൻ്റെ ലീഗ് കാർഡിൻ്റെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ ഇടാന്ന് വെച്ചാൽ ഇപ്പോൾ ആ സാധനം ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൊഡാക് ബാങ്കിൻ്റെ ഒരു കാർഡിൻ്റെ ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. എനിക്ക് ആക്ച്വലി ചോദിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്തതിൽ അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഒരു ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഇന്ത്യൻ ഓയിലിൻ്റെ കാർഡ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് IDFCയുടെ ആയിരുന്നു. അപ്പോൾ രണ്ടും കുഴപ്പമില്ലാത്ത കാർഡാണ്. SBIയുടെ ഒക്കെ ഇതിനായിട്ടും ബിലോ ആണ്. അതിൻ്റെ ആക്സിസ് ബാങ്കിനെ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്യൂവൽ കാർഡ്. അത്യാവശ്യം എല്ലാവരും ആവറേജ് തന്നെയാണ്. ഭയങ്കര വലിയ സംഭവമൊന്നും തരുന്നില്ല. നിങ്ങൾക്ക് അത് ഫ്യൂവലിൽ ഭയങ്കര പ്രൈസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ റിവാർഡൊക്കെ ഭയങ്കര കുറവ് തന്നെയാണ്. അപ്പോൾ അത് SBIൻ്റെ ഹൈ എൻഡ് കാർഡ് എടുത്താലും എൻട്രി ലെവൽ കാർഡ് എടുത്താലും ഒക്കെ കണക്ക് തന്നെയാണ്. എല്ലാം ആവറേജ് തന്നെ പറയാനുള്ളൂ. ഫ്യൂവൽ കാർഡ് നിങ്ങൾ ഭയങ്കരമായിട്ട് റിവാർഡ് നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാണ്ടിരിക്കും നല്ലത് കേട്ടോ. എന്താ വെച്ചാൽ വിഷമാവും. അപ്പോൾ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മളെ വീഡിയോ. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ ഓയിലിൻ്റെ കൊഡാക് കാർഡ്. താല്പര്യങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ ZApp റെഫറൽ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.